പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ കയ്യിലുള്ള ബുക്ക് DC ബുക്സ് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഒരു വട്ടം കൂടി എന്ന പേരിലുള്ള ഒരു സമാഹാരമാണ്. ഇത് വളരെ അമൂല്യമായൊരു സമാഹാരമായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മുടെ കേരളപ്പിറവി മുതൽക്ക് 90കൾ വരെയുള്ള മലയാള പാഠാവലി പുസ്തകങ്ങൾ കമ്പൈൻ ചെയ്ത് ഇറക്കിയ പുസ്തകം, ഒരു 3 വോളിയമായിട്ട് ഇറങ്ങിയ പുസ്തകമാണ്. ഇത് പ്രീ പബ്ലിക്കേഷനിൽ തന്നെ ഞാനത് ബുക്ക് ചെയ്തു. മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മൾ അക്കാലങ്ങളിൽ പഠിച്ചിറങ്ങിയ ആളുകൾക്ക് വലിയൊരു നൊസ്റ്റാൾജിയയാണ് നമ്മുടെ മലയാള പാഠാവലി പുസ്തകങ്ങൾ. എനിക്ക് ഓർമ്മയുണ്ട്, ഓരോ ക്ലാസ്സും കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റം കിട്ടുമ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ നമുക്ക് പുസ്തകങ്ങൾ കിട്ടാറുണ്ട്. എനിക്കൊക്കെ അതിൽ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുക ഈ കേരള പാഠാവലി പുസ്തകമാണ്. അതിലേതൊക്കെയാണ് കവിത, ഏതൊക്കെയാണ് കഥ, എന്തൊക്കെയാണെന്ന് വെറുതെ മറച്ചു നോക്കും. ആ പുസ്തകത്തിൻ്റെ മണം തന്നെ വലിയ സുഖമാണ്. പ്രത്യേകിച്ച് നമുക്ക് മുതിർന്ന ആളുകളുണ്ടാകുമ്പോൾ, എനിക്ക് ഏട്ടന്മാരും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ആ പുസ്തകം വായിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അന്നൊക്കെ ഒരുമിച്ചിരുന്ന് വായിക്കുക, വേറെ പഠനമുറികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കറിയാം അവ ഏതൊക്കെ കഥകളാണ് വായിക്കുന്നത്. അത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും പലപ്പോഴും. അപ്പോൾ നമുക്ക് അവിടെ എത്താൻ ധൃതിയാണ്. ഇപ്പോൾ പുസ്തകം ആദ്യം കിട്ടുമ്പോൾ തന്നെ ആ കവിത അല്ലെങ്കിൽ ആ കഥയൊക്കെ ഒന്ന് നോക്കാനായിരിക്കും വലിയ മോഹം. എപ്പോഴും ആദ്യം അതിനെ കവിത പഠിച്ചോ അല്ലെങ്കിൽ പാഠം വായിച്ചൊക്കെ പോകുന്ന രീതി അക്കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ പുസ്തകം കിട്ടിയപ്പോൾ എനിക്ക് ഇത് വോളിയം 2 ആണ്, 2ാം വോളിയാണ്. ഈ വോളിയത്തിൽ ആദ്യം കാണുന്ന പുസ്തകം 2ാം ക്ലാസ്സിലെ പുസ്തകമാണ്. 1971 ഇറങ്ങിയ പുസ്തകമാണ്. ഈ പുസ്തകം തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇതിലെ കുറച്ച് കാര്യങ്ങൾ വെറുതെ എന്താ പറയുക, അത് കേവലം ഒരു കാൽപ്പനികത അല്ലെങ്കിൽ നൊസ്റ്റാൾജിയൊക്കെ തന്നെ ആയിട്ട് വേണിച്ച് എടുത്തോളൂ. എങ്കിലും അത് സുഖമാണല്ലോ. അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അത് കേൾക്കുമ്പോൾ ഇത്രയും കാലം ഈ പ്രായത്തിൽ കേൾക്കുമ്പോൾ വല്ലാത്തൊരു തിരിച്ചുപോക്കിൻ്റെ സുഖം അനുഭവിക്കുന്നവരും ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്തരം താല്പര്യങ്ങളുള്ളവർക്ക് ഇനി തുടർന്ന് കേൾക്കാം. ഇതിലെ കുറച്ച് ഭാഗങ്ങൾ. ആദ്യം കാണുന്നത് പാഠം 1 പ്രാർത്ഥന എന്നുള്ളതാണ്. അന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അക്കാലത്ത് തുടക്കത്തിൽ ഇപ്പോഴും പ്രാർത്ഥനകളായിരിക്കും. ഈ പ്രാർത്ഥന: തൂമ തൂകുന്ന തൂമരങ്ങൾ തോളും തോളുമൊരുമ്മി നിന്നും, കണ്ണു കക്കുന്ന പൂവള്ളികൾ മഞ്ഞിൽ തൂമണം വീശി നിന്നും, ഓളം തള്ളുന്ന വൻപുഴകൾ നീലേ നന്മകളേകി നിന്നും, വെള്ളപ്പുഞ്ചിരി പൂണ്ടൊരിന്തു വെള്ളി പൂശി തെളിഞ്ഞു നിന്നും, പൂവിൻ വേർപ്പുകളൊപ്പിയർക്കൻ മേവും പൂവനിക്കാവിൽ നിന്നും, അൻപു കാട്ടുന്ന സർവശക്തൻ ഇമ്പം നൽകട്ടെ എന്നുമെന്നും. ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ടും എനിക്ക് പ്രാർത്ഥന കേട്ട് പഠിച്ചതായിട്ട് ഓർമ്മയില്ല കേട്ടോ. ഒരുപക്ഷെ അത് അന്ന് എടുത്തതാണോ എടുക്കാത്തതാണോ എന്നറിയില്ല. പക്ഷേ ഈ പാഠം നല്ലപോലെ ഓർമ്മയുണ്ട്. പശു. ഇത് കേൾക്കുമ്പോഴേ എല്ലാവർക്കും അതിൽ ഒന്നാമത്തെ വാചകം ഓർമ്മ വരും അല്ലേ? അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും. എന്തിനാണ് അമ്മ കരയുന്നത്? ഞാൻ അച്ഛനോളം വലുതാവണം. അതാണ് അമ്മയ്ക്കിഷ്ടം. ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് പാൽ ആവശ്യമാണ്. പാൽ എവിടെ നിന്ന് കിട്ടുന്നു? പശുവിനെ കറന്നാൽ പാൽ കിട്ടും, ആടിനെ കറന്നാലും പാൽ കിട്ടും. അമ്മുവിൻ്റെ വീട്ടിൽ ആടിനെ കറക്കുന്നു, എരുമയെ കറന്നാലും പാൽ കിട്ടും, പാൽ എടുക്കും. എരുമയെ കറന്നും പാൽ എടുക്കും. വേണുവിൻ്റെ മഠത്തിൽ എരുമയെ കറക്കുന്നു. ഞാൻ ഉണ്ണുമ്പോൾ മോരും കൂട്ടുന്നു, പാൽ കൊണ്ടാണ് മോരുണ്ടാക്കുന്നത്. പാലിന് പുളിയില്ല, മോര് പുളിക്കും. തൈര് കലക്കിയിട്ടാണ് മോരുണ്ടാക്കുന്നത്. കലക്കുമ്പോൾ വെണ്ണയും കിട്ടും. വെണ്ണ ഉരുക്കിയാൽ കിട്ടുന്നതാണ് നെയ്യ്. പാൽ, തൈര്, മോര്, വെണ്ണ, നെയ്യ് എന്നിവ നമുക്ക് ആവശ്യമാണ്. ഇവയെല്ലാം പശു നമുക്ക് തരുന്നു. ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഈ പാഠം അന്ന് വായിക്കുന്ന കുട്ടിക്ക് പാലുമായി ബന്ധപ്പെട്ട എല്ലാം
കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഒപ്പം പശു എന്ന ഒരു മൃഗത്തിനോടുള്ള ഒരു വാത്സല്യവും അതിലറിയാതെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ വരികളാണ് ഇങ്ങനെ അന്ന് പാഠം ആവർത്തിച്ച് വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നല്ലോ, സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. ഈ വരി നമുക്കിങ്ങനെ എപ്പോഴും ഓർമ്മയുണ്ട്. തൊട്ടടുത്ത പാഠമാണ് ഞങ്ങളുടെ വീട്. ഒരു കുടുംബത്തിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഞങ്ങളുടെ വീട് വലുതാണ്. മൂത്തയാൾ അച്ഛൻ, പിന്നെ അമ്മ. അമ്മയ്ക്കൊരു ജ്യേഷ്ഠനും ഒരു അനുജത്തിയുമുണ്ട്. അമ്മയുടെ ജ്യേഷ്ഠനെ ഞങ്ങൾ അമ്മാവൻ എന്ന് വിളിക്കും. അമ്മയുടെ അനുജത്തിയെ ഞങ്ങൾ ഇളയമ്മ എന്ന് വിളിക്കും. ഇളയമ്മയ്ക്ക് കുട്ടികളില്ല. എൻ്റെ അമ്മയ്ക്ക് 4 ആൺകുട്ടികൾ, മൂത്ത 2 പേർ ആൺകുട്ടികൾ. എനിക്കൊരനിയനും ഉണ്ട്. അവൻ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നു. അച്ഛനും അമ്മയും അമ്മാവനും അമ്മായിയും ഇളയമ്മയും 2 ചേട്ടന്മാരും ഞാനും അനിയനുമാണ് ഞങ്ങളുടെ വീട്ടിലെ താമസം. അച്ഛൻ്റെ തൊഴിൽ കച്ചവടമാണ്. രാവിലെ 9 മണിക്ക് കടയിൽ പോകും, രാത്രി 9 മണിക്കേ മടങ്ങി വരൂ. ഞങ്ങൾക്ക് ഉടുപ്പ്, പുസ്തകം മുതലായവ അച്ഛനാണ് വാങ്ങിത്തരുന്നത്. വീട്ടിലെ മറ്റു കാര്യങ്ങൾ അമ്മയും അമ്മായിയും നോക്കും. അടുക്കളയിൽ പണിയെടുക്കാൻ വേലക്കാരിയുണ്ട്. ഇളയമ്മ മേലന്വേഷണം നടത്തും. വളപ്പിലെ ജോലിക്കും ഒരാളുണ്ട്. അവിടെ മേലന്വേഷണം അമ്മാമനാണ്. ഇങ്ങനെ മുതിർന്നവർ ജോലി ചെയ്യും. ഞങ്ങൾ കുട്ടികൾ പഠിക്കും. ആരും വെറുതെ ഇരിക്കുകയില്ല. ഞങ്ങളുടെ വീട് നല്ല വീടാണ്. നോക്കൂ, ഇത് നമ്മളിപ്പോൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ മറ്റ് പല പ്രശ്നങ്ങളുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ വല്ലാതെ വിമർശിച്ച് കളയും. അതോടൊപ്പം തന്നെ സ്ത്രീ പുരുഷ ഭേദങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. അന്ന് അക്കാലത്ത് അതൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. നമുക്ക് ഉപാധികളില്ലാതെയായിരുന്നു നമ്മളന്ന് ഇതിനൊക്കെ സ്വീകരിച്ചിരുന്നത്. ഇന്നൊക്കെ സംശയത്തോടു കൂടി നമ്മൾ നോക്കും. അത് ശരിയാണോ, ഇത് ശരിയാണോ, അതെന്താണ് അങ്ങനെ എന്നുള്ളതൊക്കെ. മനോഹരമായ ഒരു കവിതയാണ് കാണുന്നത് കേട്ടോ. കരിവണ്ട്. കരിവണ്ടേ കരിവണ്ടേ കനിവില്ലാത്തോ നീ പണ്ടേ, അരിമുല്ല പൂവല്ലേ വീഴ്ത്തിയതെന്തിനു നീ ചൊല്ല, പൂവല്ലേ നോവില്ലേ പൂവിൻ്റമ്മ കരഞ്ഞില്ലേ, തേനുണ്ണാൻ ഇതളെണ്ണാൻ എന്തിനു വികൃതികളീ വണ്ണം. എല്ലാവർക്കും നല്ല ഓർമ്മയുള്ളതാണ്. പാഠം 5 ആമയും മുയലും തമ്മിലുള്ള കഥയാണ്. അതാരും മറക്കാനിടയില്ല. ആമയും മുയലും തമ്മിലുള്ള മത്സരവും അതിൽ മുയലിൻ്റെ അഹങ്കാരം എങ്ങനെയാണ് ആമ ശമിപ്പിച്ചത് എന്നും ആമ മുയലിൻ്റെ ഉറക്കം, അലസത എങ്ങനെയാണ് അതിൻ്റെ നാശത്തിലേക്ക് കൊണ്ടുവിട്ടതെന്നൊക്കെ ആ കഥയിൽ പറയുന്നുണ്ട്. അതെല്ലാവർക്കും പരിചയമുള്ള കഥയാണ്. ആരും മറന്നിട്ടില്ല. അത് ഞാൻ ഇവിടെ വായിക്കുന്നില്ല. കുഞ്ഞിരാമൻ്റെ പൊടിക്കൈ എന്നത് ഓർമ്മയുണ്ടോ? പണ്ട് കുഞ്ഞിരാമൻ എന്നൊരു രസികൻ ഉണ്ടായിരുന്നു. അയാളുടെ അടുത്ത വീട്ടുകാരൻ വളരെ പിശുക്കനായിരുന്നു. മറ്റുള്ളവരെ തട്ടിക്കാൻ തക്കം നോക്കിക്കൊണ്ടിരിക്കും. അതായിരുന്നു പതിവ്. കുഞ്ഞിരാമൻ അയാളെ ഒന്ന് കളിയാക്കണമെന്ന് നിശ്ചയിച്ചു. ഒരു ദിവസം കുഞ്ഞിരാമൻ അയൽവാസിയോട് ഒരു പാത്രം കടം വാങ്ങി. പശുവിന് വെള്ളം കൊടുക്കാനാണ് വാങ്ങിയത്. 3 ദിവസം കഴിഞ്ഞു, പാത്രം മടക്കി കൊടുത്തില്ല. അയൽവാസിക്ക് സംശയമായി. പാത്രം എന്തു ചെയ്തു? അയാൾ ആളെ അയച്ചു. കുഞ്ഞിരാമൻ പറഞ്ഞു, ശരി, ഇപ്പോൾ കൊണ്ടുവരാം. ആൾ പോയി. പിന്നാലെ കുഞ്ഞിരാമനും ചെന്നു. എന്നാൽ ഒരു കാര്യം ചെയ്തു. ചെറിയൊരു പാത്രവും കൂടി വലിയ പാത്രത്തിൽ അടക്കം ചെയ്തിരുന്നു. കുഞ്ഞിരാമൻ പാത്രം അയൽവാസിയുടെ മുമ്പിൽ കൊണ്ടുവച്ച് ഇങ്ങനെ പറഞ്ഞു, അല്പം വൈകിപ്പോയി, ക്ഷമിക്കണം. പാത്രം പ്രസവിക്കാൻ കിടക്കുകയായിരുന്നു. അയൽവാസിക്ക് അത്ഭുതം തോന്നി. അയാൾ ചോദിച്ചു, പാത്രത്തിന് പ്രസവമോ? കുഞ്ഞിരാമൻ പറഞ്ഞു, അതെ, പാത്രത്തിന് പ്രസവം. എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ പതിവുണ്ട്. ദാ കണ്ടില്ലേ, ചെറിയൊരു പാത്രം വലിയ പാത്രത്തിൻ്റെ കുട്ടിയാണ്. അയാൾക്ക് സന്തോഷമായി. അയാളാണല്ലോ കുഞ്ഞിൻ്റെ അവകാശി. പാത്രം 2 ആ പിശുക്കനകത്തെടുത്ത് വെച്ചു. 4-5 ദിവസം കഴിഞ്ഞു. കുഞ്ഞിരാമൻ വീണ്ടും പാത്രം കടം ചോദിച്ചു. ഇത്തവണ കൊടുക്കാൻ കൂടുതൽ ഉത്സാഹം തോന്നി. കുറേ നാൾ കഴിഞ്ഞ് കുഞ്ഞിരാമൻ പാത്രം തിരികെ കൊടുത്തില്ല. അയൽവാസി പാത്രം ആവശ്യപ്പെട്ടു. കുഞ്ഞിരാമൻ പറഞ്ഞു, പാത്രം മരിച്ചുപോയി. അയൽക്കാരൻ അമ്പരന്നു. പാത്രം മരിക്കുമോ? അയാൾ ചോദിച്ചു. കുഞ്ഞിരാമൻ വളരെ സരസമായി പറഞ്ഞു, കഴിഞ്ഞ തവണ അത് പ്രസവിച്ചില്ലേ, ഇത്തവണ മരിച്ചു. എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? അയൽവാസിക്ക് ഉത്തരം മുട്ടി. ഒരുതരം അബ്സ്ട്രാക്ട് തിങ്കിങ്ങിൻ്റെതായിട്ടുള്ള പല സവിശേഷതകളും ഇത്തരം പാഠങ്ങളിലൊക്കെ കാണും. കുട്ടികൾക്ക് ഈ അബ്സ്ട്രാക്ട് തിങ്കിങ് ധാരാളം ഉള്ളതാണ്. അതിൽ ഫാൻറ്റസി വരാം. അതിൽ ഈ യുക്തി കാര്യമായിട്ട് പ്രവർത്തിച്ചോളം എന്നില്ല. കാരണം ചിന്തകളിങ്ങനെ ആഴത്തിൽ വളരേണ്ട ഫാൻറ്റസീസ് അല്ലെങ്കിൽ വളരേണ്ട ഒരു പ്രായം കൂടിയാണത്. പാഠം 8 കാറ്റിനോട്.
കാറ്റേ നീ എന്തേ തങ്ങി തങ്ങി മുറ്റത്തെത്തുന്നു പങ്ങി പങ്ങി, പിഞ്ചു പൂവിനെ നോക്കി നോക്കി കൊഞ്ചുമെന്തിനു വിക്കി വിക്കി, തുമ്പി തുള്ളുന്ന കണ്ടു കണ്ട് കമ്പം പൂണ്ടു രണ്ടുകൊണ്ട്, ഓടിയെത്തിയതല്ലേ ചൊല്ല് വാടിയിങ്കൽ നീ നില്ല് നില്ല്, കൊച്ചു പൂവാണെ നോവിക്കൊല്ലേ പച്ചപ്പുല്ലിലിരിക്കുമല്ലേ. എന്തിനാണ് ഈ കവിത ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പക്ഷേ ആലോചിക്കുന്നുണ്ടായിരിക്കും. നോക്കൂ, അതിൻ്റെ അന്ത്യപ്രാസം തങ്ങി തങ്ങി പങ്ങി പങ്ങി നോക്കി നോക്കി വിക്കി വിക്കി, അങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ, ഭാഷയുടെ സൂക്ഷ്മമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും കുട്ടികൾ അറിയാതെ എത്തും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ പാഠം 9 രാധയുടെ ഭാഗ്യം ഞാൻ വായിക്കുന്നില്ല. കുണ്ടിൽ ചാടിയ ചുണ്ടലി ഓർമ്മയുണ്ടോ? 10 അതും പോട്ടെ. പാഠം 11 രക്ഷിച്ചവന് തല കൊടുത്തു. ആരാണ് തല കൊടുത്തത്? ഓർമ്മയുണ്ടോ? ആരാണ് തല കൊടുത്തത്? അമ്മ ഒരു കുപ്പക്കുഴിയിലാണ് എന്നെ പെറ്റത്. പതുക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? അന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ല. എങ്ങനെ നോക്കും? എനിക്ക് ഒട്ടും ഭംഗിയുണ്ടായിരുന്നില്ല. ഉരുണ്ട് തെല്ലൊന്നു നീണ്ട് ഒരു വൃത്തികെട്ട വസ്തു, അതായിരുന്നു എൻ്റെ രൂപം. കുറേ ദിവസം കഴിഞ്ഞു ഒരു കൃഷിക്കാരൻ എന്നെ എടുത്തു കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അമ്മയെ പിരിഞ്ഞു. പിന്നെ ഒറ്റയ്ക്കായി താമസം. എവിടെ? നല്ലൊരു കുപ്പക്കുഴിയിൽ. എന്നാൽ എനിക്ക് കുടിക്കാൻ വെള്ളം തന്നിരുന്നു, ഭക്ഷിക്കാൻ ചാണകവും ചാരവും. ആ കൃഷിക്കാരൻ എന്നെ ഇഷ്ടമായിരുന്നു. ദിവസേന അയാൾ എന്നെ നോക്കാറുണ്ട്. കൃഷിക്കാരൻ എന്നെ ലാളിച്ചു. ആ ലാളനയിൽ ഞാൻ വളർന്നു. അതോടൊപ്പം അഴകും തെളിഞ്ഞു. ശരീരം നീണ്ടു കൊഴുത്തു. പച്ച നിറത്തിൽ നല്ല നീളത്തിലും വീതിയിലുമുള്ള ഇലകളും എനിക്കുണ്ടായി. എന്തൊരു മിനുസമാണ് ഇലയ്ക്ക്! ആർക്കും കൗതുകം തോന്നും. എങ്കിലും കൃഷിക്കാരനാണ് എന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് വെള്ളവും ഭക്ഷണവും മുടങ്ങാതെ അയാൾ തന്നിരുന്നു. ആ കൃഷിക്കാരന് ഞാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? അതായിരുന്നു എൻ്റെ വിചാരം. അതായി എൻ്റെ വിചാരം. ഒരു ദിവസം അതാ കുട്ടികൾ എൻ്റെ ചുറ്റും വന്നു നിൽക്കുന്നു, കൈകൊട്ടി ചിരിക്കുന്നു. അവർ പറഞ്ഞു, അച്ഛാ, നമ്മുടെ വാഴ കൊലച്ചു. എൻ്റെ തലയിൽ നിന്ന് ഒരു പൂവ് പോലെ കുലക്കൂമ്പ് പൊങ്ങി വന്നു. കുറേ നാൾ കഴിഞ്ഞു. കുലക്കൂമ്പ് വിരിഞ്ഞു. പടല പടലയായി കായ്കളുണ്ടായി. എനിക്ക് അഴകും വർദ്ധിച്ചു. ആ കായെല്ലാം വലുതായി. നല്ലൊരു ചുമടാണ് ഞാൻ ചുമന്നത്. ഭാരം കൊണ്ട് തല ചാഞ്ഞു, ദേഹം വളഞ്ഞു. എങ്കിലും അത് ഞാൻ താങ്ങി. എന്തിനു വേണ്ടി? എന്നെ രക്ഷിച്ച കൃഷിക്കാരന് കാഴ്ചവെക്കാൻ. അതിനുള്ള ദിവസവും കാത്തു കഴിച്ചു കൂട്ടി ഞാൻ. ഓണം അടുത്തു. ഞാൻ ചുമടും താങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു ദിവസം രാവിലെ കൃഷിക്കാരൻ അടുത്തു വന്നു. കയ്യിൽ ഒരു വെട്ടുകത്തി കണ്ടു. അയാൾ ആഞ്ഞ് ഒരു വെട്ടുവെട്ടി. കുല ആ കയ്യിൽ തൂങ്ങി. എൻ്റെ ചുമതല തീർന്നു. എന്നെ രക്ഷിച്ചവന് ഞാൻ തല കൊടുത്തു. ഇതിൽ പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൃഷി എന്നുള്ളൊരു കാര്യം ഇതിൽ വന്നിട്ടുണ്ട്. ഒരു കാര്യത്തെ നട്ട് വലുതാക്കി അതിൻ്റെ ഫലം കൊയ്യുന്ന കാര്യമുണ്ട്. അതിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരും അല്ലേ? കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ ഒരു വാഴ വേറെ എന്ന കർഷകൻ്റെ സങ്കടം ചങ്ങമ്പുഴയുടെ കവിതയിൽ പറയുന്നതും നമുക്ക് വലുതാകുമ്പോൾ ഓർമ്മ വരും. ഇത് ഞാൻ അടുത്തതായിട്ട് എപ്പോഴോ ഓർത്ത ഒരു കഥയാണത്. സിംഹവും എലിയും. ഓർമ്മ വരുന്നുണ്ടോ? ഒരു സിംഹം ഇര തേടി വളരെ ദൂരം നടന്നു. അന്ന് യാതൊന്നും കിട്ടിയിട്ടില്ല. നല്ല നട്ടുച്ച നേരം. കാലും കൈയും തളർന്നു. വിശപ്പാണെങ്കിൽ പൊറുക്ക വയ്യ. ഒടുവിൽ അവൻ ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തി. അവിടെ നല്ല തണൽ കണ്ടു. അവൻ തണലത്ത് കിടന്നുറങ്ങി. മരത്തിൻ്റെ കൊമ്പത്ത് ഒരു എലി ഇരുന്നിരുന്നു. ഒരു കായ് പറിക്കാമെന്ന് കരുതി എലി ഒരു ചാട്ടം. അത് കാൽ തെറ്റി താഴെ വീണു. എവിടെ? സിംഹത്തിൻ്റെ മേൽ. സിംഹം ഉണർന്നു. അവൻ ഗർജിച്ചു, എടാ ധിക്കാരി, ഇത്രയ്ക്കായോ? ഉറങ്ങിക്കിടന്നിരുന്ന് എന്നെ നീ ഉണർത്തി. നിന്നെ ഞാൻ ഇതാ വിഴുങ്ങാൻ പോകുന്നു. എലി പേടിച്ചു വിറച്ചു. ആ പാവം വളരെ വിനയത്തോടു കൂടി പറഞ്ഞു, തിരുമേനി ക്ഷമിക്കണം, അടിയൻ പാവം. ആനയെപ്പോലും കൊല്ലാൻ കെൽപ്പുള്ളവനാണ് അങ്ങ്. എന്നെ വിഴുങ്ങിയത് കൊണ്ട് എന്ത് മെച്ചം? അതുകൊണ്ടുണ്ടോ വിശപ്പടങ്ങുന്നു? എലിയുടെ അപേക്ഷ കേട്ട സിംഹത്തിന് ദയ തോന്നി. അവൻ പറഞ്ഞു, എടാ മൂഷിക, നിന്റെ തെറ്റ് ഞാൻ പൊറുക്കുന്നു. ഇനി ഇവിടെ കാണരുത്, പൊയ്ക്കോ. എനിക്ക് ആശ്വാസമായി. അത് ഇറങ്ങി വന്ന സിംഹത്തെ തൊഴുതു. പോകാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞു, തിരുമേനി, ഈ സഹായം അടിയൻ മറക്കില്ല. ഇതിന് പകരം ഒരു സഹായം ചെയ്യാൻ അടിയനും കഴിഞ്ഞേക്കും.
എലിയുടെ ഈ വാക്ക് കേട്ട് സിംഹം പൊട്ടിച്ചിരിച്ചു. ഇവനാണോ എന്നെ സഹായിക്കാൻ? ഇതായിരുന്നു ആ ചിരിയുടെ അർത്ഥം. എലി അതിന് ജീവനും കൊണ്ട് ഓടിപ്പോയി. ഏതാനും ദിവസം കഴിഞ്ഞു. സിംഹം ഒരു വലയിൽപ്പെട്ടു. വളരെ ശ്രമിച്ചു നോക്കി, പക്ഷെ വല പൊട്ടിക്കാൻ സിംഹത്തിന് സാധിച്ചില്ല. അവൻ അവിടെ കിടന്ന് നിലവിളിച്ചു. നമ്മുടെ എലി ഇത് കേട്ടു. അവൻ ഓടി വന്നു. സിംഹത്തെ കണ്ട് കാര്യം തിരക്കി പോയി. എലി വേഗം ഓടിപ്പോയി കൂട്ടുകാരെയും കൊണ്ടാണ് മടങ്ങി വന്നത്. എല്ലാവരും കൂടി ശ്രമിച്ചു. 1 മണിക്കൂർ കൊണ്ട് അവർ വല മുറിച്ചു. സിംഹം രക്ഷപ്പെട്ടു. നാണിച്ച് തല താഴ്ത്തി അവൻ തൻ്റെ ഗുഹയിലേക്ക് പോയി. ഈ കഥ നമുക്ക് പിന്നീട് എപ്പോഴും ഓർക്കേണ്ട ഒന്നുകൂടിയാണ്. കുട്ടിക്കാലത്ത് പഠിക്കുമ്പോഴോ പഠിപ്പിക്കുമ്പോഴോ നമ്മൾ ആ സിംഹത്തിൻ്റെയും എലിയുടെയും ചിത്രം മാത്രമാണ് ഓർക്കുന്നതെങ്കിൽ പിന്നീട് നമുക്കൊരു കാര്യം മനസ്സിലാവും. ഏത് ചെറുതിനും ഇവിടെ സ്ഥാനമുണ്ട് എന്നുള്ളത്. വലുതുകൾക്ക് മാത്രമല്ല. വലുതുകൾ അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ആർക്കും ആരുടെയും സഹായം വേണ്ടിവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്നുള്ള ഒരു ദർശനം നമുക്ക് പിന്നീട് കിട്ടുന്നുണ്ട്. ഇതേതാണ് പാഠം 13, കുട്ടിയും കാറ്റും. ഇത്ര വികൃതിയാണല്ലേ കാറ്റിനിത്തിരിയും കനിവില്ലേ, പൂഴിത്തറയുടെ മീതെ പിഞ്ചു പൂവിനെ വീഴ്ത്തി വെറുതെ. പൂവിനു നോവുകയില്ലേ, പാവം പൂവു കരയുകയില്ലേ, അമ്മിണി വീണാൽ കവിയും മാലാൽ അമ്മയും കൂടി കരയും. ചെയ്യരുതിങ്ങനെ കാറ്റേ, പാപം ചെയ്യരുതിങ്ങനെ കാറ്റേ. ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിൽ എനിക്കെന്തൊന്നും ഓർമ്മ വരുന്നില്ല കേട്ടോ. ഒരുപക്ഷെ അന്ന് പാഠപുസ്തകത്തിലത്തെ എല്ലാം പഠിക്കാൻ ഉണ്ടായിരുന്നില്ല തോന്നുന്നു അല്ലേ? ഇതെനിക്ക് ഓർമ്മ വരുന്നില്ല, പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. പാണ്ഡൻ്റെ കൗശലം എല്ലാം ഒന്നും വായിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ എല്ലാം വായിക്കാൻ ഉദ്ദേശിച്ചതല്ല ഈ ഒരു സെഷൻ. നമുക്ക് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഓർമ്മകൾ എപ്പോഴും നല്ലതാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നമ്മളെല്ലാ പാഠപുസ്തകത്തിലും പഠിച്ചിട്ടുള്ള ഒരു കവിത ഉണ്ടായിരിക്കും. ഏതാ ഓർമ്മയുണ്ടോ? കൃഷ്ണഗാഥ തന്നെ. പാലഞ്ചും പുഞ്ചിരി തൂകി നിന്നിടിനാൻ, 4-5 നാളങ്ങു ചെന്നവാറേ, മെല്ലെ മെല്ലെ നങ്ങിഴഞ്ഞു തുടങ്ങിനാൻ, കല്ലിലും മണ്ണിലും പുഴിയിലും മുട്ടുപിടിച്ചങ്ങു നിന്നു തുടങ്ങിനാൻ, ഒട്ടു നാളങ്ങനെ ചെന്നവാറേ, മുട്ടുപിടിച്ചു നിന്നൊട്ടു നടക്കയും പെട്ടെന്നു വീഴുകയും കേഴുകയും, അമ്മമാർ ചെന്നങ്ങു പെട്ടെന്നെടുക്കയും എൻ മകൻ വാഴുന്നു ചൊല്ലുകയും. ഇങ്ങനെ ഓരോരോ ലീലകളുണ്ടായി മംഗലം പൊങ്ങുന്ന ഗോകുലത്തിൽ. എനിക്ക് തോന്നാറുണ്ട് ഈ കൃഷ്ണഗാഥ നമ്മുടെ മലയാളത്തിനോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനും ഒരു ഈണം നമുക്ക് കിട്ടാനും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് ആ കവിത പഠിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് കവിതകളിലേക്ക് പ്രവേശിക്കാനും ഒരു വാത്സല്യത്തിൻ്റെതായിട്ടുള്ള താരാട്ടിൻ്റേതായിട്ടുള്ള ഒരു ഭാവം നമ്മളിൽ, ഒരു സംസ്കാരം നമ്മളിൽ ഉണ്ടാക്കാനും സഹായിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ അന്ന് അതിനെക്കുറിച്ച് വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ അതിനെക്കുറിച്ച് അന്ന് മറ്റൊന്നും ആലോചിച്ചിട്ടില്ല. ഇത് ബാലൻസിങ് വേണ്ടതാണോ എന്നൊന്നും ആലോചിച്ചിട്ടില്ല. അതുകൊണ്ട് ആർക്കും പരാതികൾ ഉണ്ടായിട്ടുമില്ല. എല്ലാവരും അത് അതേപടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. തെങ്ങ് എന്നുള്ള ഒരു പാഠം കൂടി കാണുന്നു. കൽപ്പവൃക്ഷമല്ലേ തെങ്ങ് അല്ലേ? ആ തെങ്ങിനെക്കുറിച്ച് 2ാം ക്ലാസ് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മുറ്റത്ത് ഒരു തെങ്ങ് നിന്നിരുന്നു. അത് ഇന്നലെ വെട്ടി. പുരപ്പുറത്ത് നാളികേരം വീണ് വല്ലാത്ത ശല്യം. അതാണ് വെട്ടാൻ കാരണം. തെങ്ങിൻ്റെ തല താഴെ വീണപ്പോൾ കാണേണ്ടതായിരുന്നു 25 നാളികേരം കിട്ടി. എല്ലാം വിളഞ്ഞ നാളികേരം തന്നെ. നാളികേരം മാത്രമല്ല, 10-20 കരിക്കും കിട്ടി. പിന്നെ എല്ലാം മച്ചിങ്ങയായിരുന്നു. കരിക്ക് എന്നുള്ള ഒരു പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അറിയില്ല. ഇതിന് ചിലർ വെള്ളയ്ക്ക എന്നും പറയും. പൂക്കുല 3 കണ്ടു. ഒന്ന് കൊതുമ്പ് പൊട്ടി പുറത്തു വന്നിരിക്കുന്നു. കൊതുമ്പ്
ഒന്ന് വിരിയുന്നേയുള്ളൂ, ഒരെണ്ണം ഒട്ടും വിരിഞ്ഞിട്ടില്ല, കൊതുമ്പിനകത്ത് ഒതുങ്ങിയിരിക്കുകയാണ്. ഈ പൂക്കുലയും മച്ചിങ്ങയും കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. എത്ര ഭംഗിയുള്ള പൂക്കുല! അത് വിരിഞ്ഞിട്ടാണ് മച്ചിങ്ങ ഉണ്ടാവുക. മച്ചിങ്ങ വലുതായാൽ കരിക്കാവും. കരിക്ക് വെട്ടിയാൽ നല്ല മധുരമുള്ള വെള്ളം കിട്ടും. കാമ്പ് നല്ലപോലെ ഉറച്ചിരിക്കയില്ല. കരിക്ക് മൂത്താൽ നാളികേരമായി. നാളികേരത്തിൻ്റെ കാമ്പ് ഉറച്ചിരിക്കും. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇനി ആ തെങ്ങിൽ നിന്നും നാളികേരം കിട്ടില്ലല്ലോ. പൂക്കുല കണ്ടപ്പോൾ അതോർത്ത് ഞാൻ സങ്കടപ്പെട്ടു. വെട്ടിയ തെങ്ങിൽ നിന്ന് ധാരാളം ഓലയും കിട്ടി. ഓലമിടഞ്ഞ് പുരമേയാൻ ഉപയോഗിക്കും. പുരമേയാനേ പഴയ കാലത്ത് ഇന്നത് പരിചയം ഉണ്ടാവില്ല. തെങ്ങിൻ്റെ തടി മൂത്തിട്ടുണ്ട്, കട അറുത്തെടുത്ത് ഉപയോഗിക്കാം. പുരയുടെ കഴുക്കോൽ ഉത്തരം മുതലായവയ്ക്ക് പറ്റും. വെള്ളം തട്ടാതെ നോക്കണം, എന്നാൽ കുറേ കാലം ഉപയോഗിക്കാം. പഴയകാലത്തിടയ്ക്ക് മേയണ പരിപാടി ഉണ്ടായിരുന്നു അല്ലേ, കൊല്ലത്തിലൊരിക്കൽ. അത് നമ്മുടെ താമസിക്കണ പെരയാവാം, അല്ലെങ്കിൽ പുറത്തുള്ള പെരയാവാം. ഒരു ആഘോഷത്തിൻ്റെ ഭാഗം കൂടി ആയിട്ടായിരുന്നു അത്. തെങ്ങിൻ്റെ ഏത് ഭാഗമാണ് ആവശ്യമില്ലാത്തത്? കട തൊട്ട് തല വരെ എല്ലാം ആവശ്യം തന്നെ. തെങ്ങിൻ തടി പുര പണിയാൻ പറ്റും. ഓലമിടഞ്ഞാൽ പുരമേയാം. ഓല കത്തിക്കാനും കൊള്ളാം. കൊതുമ്പ്, കോഞ്ഞാട്ട, ചിരട്ട എന്നിവയും കത്തിക്കാൻ ഉപയോഗിക്കും. ഈർക്കൽ കൊണ്ട് ചൂലുണ്ടാക്കും. നാളികേരം പല കറികൾക്കും വേണം. നാളികേരത്തിൻ്റെ കാമ്പുണക്കി ആട്ടിയെടുത്താൽ വെളിച്ചെണ്ണ കിട്ടും. വെളിച്ചെണ്ണ ആവശ്യമില്ലാത്ത കറി ഏത്? ഇങ്ങനെ തെങ്ങ് എല്ലാറ്റിനും ആവശ്യമാണ്. അതുകൊണ്ട് തെങ്ങിനെ ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്ന് പറയും. എന്ന് വായിച്ചാൽ ചോദിക്കും, കൽപ്പവൃക്ഷം എന്താണെന്ന് ആരും ചോദിക്കും. ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായിട്ട് നൽകുന്നതാണല്ലോ കൽപ്പവൃക്ഷം. സ്വർഗത്തിലെ വൃക്ഷമാണെന്ന് പറയുന്നു. അപ്പോൾ ഭൂമിയിലെ നമ്മുടെ നാട്ടിലെ കൽപ്പവൃക്ഷമാണ് കേരവൃക്ഷം. അല്ലേ, കേരം തിങ്ങും കേരള നാട് എന്ന് കേട്ടിട്ടുണ്ട്. കൃഷ്ണഗാഥയെ പോലെ തന്നെ നമ്മുടെ താളം ഉറപ്പിക്കാൻ, വാക്കുറപ്പിക്കാൻ, ചൊല്ലുറപ്പിക്കാൻ പറ്റിയ ഒരു കവിതയായിരുന്നു. കവിത എല്ലാ ക്ലാസ്സിലുമുള്ളത് നമ്പ്യാരുടെ തുള്ളൽ. കാറ്റും കൊണ്ടവനെപ്പോഴും അങ്ങനെ കൂറ്റൻ പോലിറയത്തു കിടക്കും. നായെക്കുറിച്ചാണ് കേട്ടോ. വണ്ണൻ വാഴ കണക്കു തടിച്ചൊരു പൊണ്ണൻ നായുണ്ടെന്നുടെ വീട്ടിൽ, കുറ്റിച്ചെവിയൻ നായെ കൊണ്ടൊരു കുറ്റം പറവാൻ കാണാനില്ല. വേട്ടയ്ക്കായി വിളിക്കും നേരം ചേട്ടക്കാരൊരു ചെവിയും കേളാം. വേട്ടക്കാർക്കു വിളിച്ചു കൊടുത്താൽ ജ്യേഷ്ഠൻ കേട്ടാൽ കലശലു കൂട്ടും. നോക്കൂ, തുള്ളി തുള്ളി വരുന്ന വാക്കാണ് നമ്പ്യാരുടെ പ്രത്യേകത. ആ വാക്കുറയ്ക്കാൻ കുട്ടിക്ക് ഇത് സഹായിക്കും. നാറക്കണ്ണനും തന്നാലായത് എന്നൊരു പാഠഭാഗമുണ്ട്. കുറച്ച് വലുതാണ്, ഇവിടെ ഞാൻ വായിക്കുന്നില്ല. ഇപ്പോൾ തന്നെ നീണ്ടുപോയി, 20 മിനിറ്റിലധികമായി കഴിഞ്ഞു. കൊക്കും ചെന്നായിയും. ആ കഥ ഒന്ന് വായിക്കാം. ഒരു കൊക്ക് കുളത്തിൻ്റെ വക്കത്തിരിക്കുകയായിരുന്നു. വല്ല മീനും പൊങ്ങി വന്നാൽ പിടിക്കണം, അതായിരുന്നു ചങ്ങാതിയുടെ ഉന്നം. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. കൊക്ക് തിരിഞ്ഞു നോക്കി. ഒരു ചെന്നായയാണ്. തൊണ്ടയിൽ എന്തോ തടഞ്ഞിട്ടുണ്ട്. അവൻ്റെ വിഷമം കണ്ടാൽ അറിയാം. കൊക്കിന് ചിരി വന്നു. അത് ചെന്നായയെ വിളിച്ചു ചോദിച്ചു, എന്ത് പറ്റി ചങ്ങാതി? തൊണ്ടയിൽ വല്ലതും തടഞ്ഞു പോവും. ഇങ്ങനെ ആർത്തി പിടിച്ച് തിന്നരുത്, തെല്ല് ക്ഷമ വേണം. ചെന്നായയ്ക്ക് ഉപദേശം രസിച്ചില്ല. അവർ വല്ലാത്ത കോപം വന്നു. എങ്കിലും പുറത്ത് കാണിച്ചില്ല. അവൻ പറഞ്ഞു, അബദ്ധം ആർക്കും പറ്റാം, ഇത്ര കളിയാക്കാനില്ല. കൊക്കിന് ദയ തോന്നി. അത് പറഞ്ഞു, ചങ്ങാതി മുഷിയരുത്, എന്തു പറ്റി പറയൂ, ഞാൻ സഹായിക്കാം. ഇത് കേട്ടപ്പോൾ ചെന്നായിക്ക് സമാധാനമായി. അവൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചങ്ങാതി, എനിക്കൊരു അബദ്ധം പറ്റി. മാനിൻ്റെ ഇറച്ചി തിന്നുകയായിരുന്നു. ഒരു കൂർത്ത എല്ല് തൊണ്ടയിൽ തടഞ്ഞു. അതകത്തേക്ക് പോകുന്നില്ല, പുറത്തേക്ക് വരുന്നുമില്ല. വല്ലാത്ത വേദന. നീണ്ട കൊക്കുണ്ടല്ലോ, തനിക്ക് ഒന്ന് വലിച്ചെടുത്തൂടെ? കൊക്കിന് തെല്ല് ഭയമുണ്ടായി. ചെന്നായ ദുഷ്ടനാണേ. അവൻ്റെ വായിൽ തലയിട്ടാൽ വെറുതെ വിടുമോ? പക്ഷെ ആപത്ത് വരുമ്പോൾ എങ്ങനെ കണ്ടിരിക്കും? അതും വിഷമം. ഒടുവിൽ സഹായിക്കാൻ തന്നെ നിശ്ചയിച്ചു. കൊക്ക് ചെന്നായുടെ അടുത്തെത്തി. ചെന്നായ വായ തുറന്ന് ആ വായിലേക്ക് കൊക്ക് തല കടത്തി. എല്ല് തൊണ്ടയിൽ തടഞ്ഞിരിക്കുന്നത് കണ്ടു. നീണ്ട കൊക്കുകൊണ്ട് ആ എല്ല് കൊത്തിയെടുത്തു. ചെന്നായ്ക്ക് ആശ്വാസമായി. അവൻ പോകാൻ പുറപ്പെട്ടു. കൊക്ക് ചോദിച്ചു, എന്തൊരു മര്യാദ, ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞുകൂടെ? ചെന്നായ തിരിഞ്ഞു നിന്നും മറുപടി പറഞ്ഞു, നിന്റെ തല വെറുതെ തന്നില്ലേ, ആര് കാണിക്കും ഈ മര്യാദ? എന്ത് രസമല്ലേ ഈ കഥകളൊക്കെ നമുക്ക് വായിച്ചോർക്കാൻ. മഹാബലിയെക്കുറിച്ചുണ്ട്, കോഴിയെക്കുറിച്ച് ഉണ്ട്, കോഴിയുടെ ഭംഗിയെക്കുറിച്ചുണ്ട്. തച്ചോളി ചന്തു എന്ന ഒരു കവിതയുണ്ട് കേട്ടോ. മെയ്യാഭരണപ്പെട്ടി വലിച്ചു വെച്ചു, ചമയങ്ങളൊക്കെ എടുത്തു ചന്തു, അങ്കപ്പട്ടാലെ എടുക്കുന്നുണ്ട്,
പട്ടുതേറുത്തങ്ങോടുക്കുന്നുണ്ട് 40 മുഴം പള്ളിക്കച്ച കുഴലീന്നു കച്ച വലിച്ചെടുത്തു പന്തു കണക്കിൽ ചുരുട്ടി കച്ച ആകാശം ചൂണ്ടിയെറിഞ്ഞു കച്ച കച്ചയുടെ വാലും പിടിച്ചു ചന്തു അയാളെ കരം വരുകും മുമ്പിൽ. വടക്കൻ പാട്ടിൻ്റെ ഈണം ഇതൊന്നും അല്ല ശരിക്കും കേട്ടോ. പിന്നീടത് രാഘവൻ മാഷൊക്കെ ആയിട്ട് ചന്തു ചതിച്ച എന്നൊക്കെ പാട്ടായിപ്പോൾ വന്നതാണ്. പഴയ ഈണം നാടൻ പാട്ടിൻ്റെ ഈണം അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇതിനുണ്ടായിരുന്നില്ല. പിന്നെ ആരാണ് അവകാശി എന്ന ഒരു കഥ കൂടി വായിക്കാം നമുക്ക്. പണ്ട് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. കുമാരൻ്റെ പേര് സിദ്ധാർത്ഥൻ. ഒരു ദിവസം സിദ്ധാർത്ഥൻ പൂന്തോപ്പിലിരിക്കുകയായിരുന്നു. കുറേ അരയന്ന പക്ഷികൾ ആ വഴിക്ക് പറന്നുപോയി. കുമാരൻ അവയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആ പക്ഷിക്കൂട്ടത്തിൽ ഒന്ന് താഴെ വീണു. അത് നിലത്ത് കിടന്ന് ചിറകിട്ടടിക്കുവാൻ തുടങ്ങി. സിദ്ധാർത്ഥൻ ഓടിച്ചെന്ന് അതിനെ എടുത്തു. ഒരു ഭംഗിയുള്ള അരയന്നം. അതിൻ്റെ കാലിൽ ഒരു അമ്പ് തറച്ചിരിക്കുന്നു. കുമാരന് സങ്കടം തോന്നി. അദ്ദേഹം അമ്പ് വലിച്ചെടുത്തു. മുറിവായിൽ എന്തോ ഒരു മരുന്ന് പുരട്ടി. ഹംസത്തെ അമ്പെയ്തത് മറ്റൊരു രാജകുമാരനായിരുന്നു. ആ കുട്ടിയുടെ പേര് ദേവദത്തൻ. പക്ഷികളെയും മൃഗങ്ങളെയും അമ്പെയ്തു വീഴ്ത്തുന്നത് ദേവദത്തൻ്റെ ഒരു നേരം പോക്കായിരുന്നു. ആ കുമാരൻ ഹംസത്തെ തേടി പൂന്തോപ്പിൽ വന്നു. അവിടെ അരയന്നം അതാ സിദ്ധാർത്ഥൻ്റെ മടിയിലിരിക്കുന്നു. ദേവദത്തൻ പക്ഷിയെ ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥൻ കൊടുത്തില്ല. പക്ഷി തൻ്റേതാണെന്ന് ദേവദത്തനും അല്ലെന്ന് സിദ്ധാർത്ഥനും വാദിച്ചു. ഒടുവിൽ രണ്ടുപേരും രാജാവിൻ്റെ അടുത്ത് ചെന്നു. രാജാവ് വിവരം ചോദിച്ച് മനസ്സിലാക്കി. ഇങ്ങനെ പറഞ്ഞു: ദേവദത്തൻ പക്ഷിയെ കൊല്ലാൻ ശ്രമിച്ചു. സിദ്ധാർത്ഥൻ അതിനെ രക്ഷിക്കാനും. ആരാണ് അവകാശി? കുട്ടികൾ തന്നെ പറയട്ടെ. ദേവദത്തൻ അല്പം ആലോചിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: പ്രഭോ, ഞാനല്ല, സിദ്ധാർത്ഥനാണ് അവകാശി. പക്ഷിയെ സിദ്ധാർത്ഥന് വിട്ടുകൊടുത്തു. ഈ സിദ്ധാർത്ഥനാണ് പിന്നീട് ബുദ്ധൻ എന്ന പേരിൽ പ്രസിദ്ധനായത്. അവസാനത്തെ പാഠം 29 മുമ്പോട്ട് എന്നൊരു കവിതയാണ് പി കുഞ്ഞികൃഷ്ണമേനോൻ്റെ. അതുകൂടി ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. മാനത്തു മഞ്ഞപ്പട്ടു വിരിച്ചു, മാനത്തു മഞ്ഞപ്പട്ടു വിരിച്ചു താനാനം തുള്ളും താരകളെ, മുറ്റത്തു വന്നാൽ ഒത്തു കളിക്കാം ചുറ്റും നിന്നെൻ്റെ താരകളെ. മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകിക്കൊണ്ടെന്താ കൊണ്ടാൽ എന്തു, മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകിക്കൊണ്ടാൽ, മിണ്ടാതെ നിന്നു പുഞ്ചിരി തൂകിക്കൊണ്ടാൽ എന്തു ധരിക്കണം ഞാൻ. മേലോട്ടയ്ക്കല്ലേ പോകുള്ളൂ ഞങ്ങൾ, ചാലെ കുതിച്ചെന്നു ചൊല്ലുന്നോ. ചാട്ടം തെറ്റാതെ പോയിക്കൊള്ളുക നിങ്ങൾ, കൂട്ടത്തിൽ വൈകാതെ എത്താം ഞാൻ. പട്ടം ഞാനൊന്നു കെട്ടിയുണ്ടാക്കി വിട്ടാൽ നിങ്ങൾക്കും കൂട്ടാകും. കാലു തെറ്റിപ്പിരണ്ടു വീണാലോ ചേലോടൻ പട്ടം താങ്ങൂലോ. മുമ്പോട്ടു പോകും കൂട്ടരെയും മട്ടമ്പോടൊട്ടു തുണച്ചിടും ഞാൻ. ഇതൊക്കെ വായിക്കുമ്പോൾ ചൊല്ലുമ്പോൾ നമ്മളെ പഠിപ്പിച്ച മലയാളം ടീച്ചർ ഓർമ്മ വരുന്നുണ്ടോ ആർക്കെങ്കിലും? ആ പഴയ ക്ലാസ് ഓർമ്മ വരുന്നുണ്ടോ? പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ്സുകളായിരിക്കും അന്നൊക്കെ ഉണ്ടായിരുന്നത്. തട്ടിക കൊണ്ട് മറിച്ച ക്ലാസ്സുകൾ, മഴക്കാലത്ത് ധാരാളം പെയ്യുന്ന മഴകൾ, കുട്ടികൾ കൂട്ടിൽ ഒരുമിച്ച് ബെഞ്ചിലിരുന്ന് നമ്മൾ കാണിച്ച ആംഗ്യം, കവിത ചൊല്ലുമ്പോൾ കാണിച്ച ആംഗ്യങ്ങൾ, അങ്ങനെ പലതും ഓർമ്മ വരും. ഈ ഓർമ്മകളെ ഒന്ന് ഉത്തേജിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഈ പാഠങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് തിരിഞ്ഞു നോക്കാനും കൂടിയായിരുന്നു ഈ ഒരു സെഷൻ. എനിക്കറിയില്ല നിങ്ങളത് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നൊന്നും, കാരണം ഇതിലങ്ങനെ മറ്റൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം.